ഓഗസ്റ്റ് 3 തിയത്തീറയിലെ വിശുദ്ധ ലിഡിയ. 1-ാം ശതാബ്ദം. വസ്ത്രങ്ങൾക്ക് വർണ്ണം ചാർത്തുന്ന തൊഴിൽശാലകൾക്ക് പ്രസിദ്ധമായ ഗ്രീസിലെ തിയത്തീറ എന്ന ഗ്രാമത്തിൽ അത്തരം ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ഒരു വനിതയാണ് ലിഡിയ. അവളുടെ തൊഴിൽ പരിഗണിച്ച് ലത്തീനിൽ അവളുടെ പേര് ലിഡിയ പുർപ്പുരാരിയ എന്നാണ്. വിശുദ്ധ പൗലോസ് മാസഡോണിയയിലെത്തിയപ്പോൾ ലിഡിയ ഫിലിപ്പിയിലുണ്ടായിരുന്നു. അവളാണ് യൂറോപ്പിൽ പൗലോസ് മാനസാന്തരപ്പെടുത്തിയ ആദ്യത്തെ വ്യക്തി. അവളും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം ലിഡിയ വിശുദ്ധ പൗലോസിനോടും കൂടെയുണ്ടായിരുന്ന സീലാസിനോടും തീമോത്തിയോസിനോടും ഇങ്ങനെ പറഞ്ഞു: ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള പക്ഷം എൻ്റെ വീട്ടിൽ വന്ന് വസിക്കുവിൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇത് വായിച്ചറിയുന്നു. അനേകർക്ക് അവൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രേക്ഷിതയായി. വചനം ഗലാത്യ 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. വിചിന്തനം: ആദിമസഭയിൽ ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷ്യത്തിന് തയ്യാറാവുക എന്നുകൂടിയാണ്. അത്രത്തോളം മതപീഡനങ്ങളുടെ മധ്യേ അനേകായിരങ്ങൾ അപ്പസ്തോലന്മാരിൽ നിന്നും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരിൽ നിന്നും ദൈവത്തെ അറിഞ്ഞു. അവർ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. തങ്ങളുടെ കുടുംബത്തിലും ബന്ധുജനങ്ങളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലും അവർ വചനം പ്രഘോഷിച്ചു. അങ്ങനെ അനേകായിരങ്ങൾ ആ പീഡനത്തിൻ്റെ മധ്യേ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവരുടെ പിൻതലമുറയിൽപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഇന്ന് നമ്മുടെ വിശ്വാസം എവിടെയെന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ഈ തലമുറയിൽ നിന്നെങ്കിലും വിശ്വാസത്തിൻ്റെ ആ നല്ല വെളിച്ചം കെട്ടുപോകാതിരിക്കുവാൻ വിശുദ്ധ ലിഡിയായുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം.